ഹലോ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഒരു വലിയ സോറി കേട്ടോ. ഈ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഒരു 4-5 ദിവസം ആയെന്ന് തോന്നുന്നു. ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. സോറി. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു വെയിറ്റ് ഗെയിൻ ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഈ ഒരു ഡ്രിങ്ക് ഞാൻ കുടിക്കുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അതിന് ശേഷം കുടിക്കുന്നതാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതിനു മുന്നേയും നമ്മൾ ഒരു പഴം അല്ലെങ്കിൽ എഗ്ഗ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം. അത് കഴിഞ്ഞ് അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വർക്കൗട്ടാണ്. നമ്മൾ ഒരിക്കലും ആ ഒരു നട്ടെല്ലൊക്കെ നല്ല നിവർത്തി തന്നെ ഇങ്ങനെ വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാനിതങ്ങ് സ്പീഡിലിടുകയാണ്. ഇത് നമ്മൾ ശരിക്കും ഒരു 13 സെക്കൻഡാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. 13 സെക്കൻഡ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുക. സൂപ്പർ എഫക്റ്റീവാണ്. ആദ്യം തന്നെ നമ്മൾ ചെറിയ വർക്കൗട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർക്ക് നല്ല രീതിക്ക് തന്നെ ബോഡി പെയിൻ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും 2 ദിവസം. അപ്പോൾ നമ്മുടെ മുന്നിലൊരു ലക്ഷ്യമുണ്ടല്ലേ, നമ്മളെ മുന്നിലൊരു ലക്ഷ്യമുണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് കുറച്ച് വേദനയൊക്കെ നമുക്ക് സഹിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോഴും മെലിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ട സമയത്ത് ഉള്ളതിനേക്കാൾ ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ വണ്ണം വച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് ചെയ്യുന്നത് എനിക്ക് നല്ല ലൂസായിരുന്നു. ഇപ്പോൾ എനിക്ക് ശരിക്കും കൈയുടെ ആ ഒരു ഭാഗവും നമ്മുടെ താഴെ ഇടുപ്പിന് ഇങ്ങോട്ടൊക്കെ എനിക്ക് നല്ല രീതിക്കത് ടൈറ്റ് ആവുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഞാൻ വർക്കൗട്ടും കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ ബ്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് പേശികളൊക്കെ നല്ല ബലമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ്. ഇതെല്ലാം നമ്മൾ 13 സെക്കൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോ എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഒന്ന് റെസ്റ്റ് കൊടുക്കുക ബോഡിക്ക്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് പറ്റില്ല നല്ല രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓവർ സ്ട്രെയിൻ കൊടുക്കണ്ട. ആദ്യത്തെ തവണ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുക. കുറച്ചിങ്ങനെ ഒരു ദിവസം കഴിയുമ്പോൾ 2 ദിവസം ആകുമ്പോൾ അങ്ങനെ അത് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഓവറായിട്ടോ എനിക്ക് ആദ്യത്തെ ഡേ തന്നെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം അങ്ങനെ ഒരു ചിന്തയോടെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. സ്ട്രെയിൻ കൊടുക്കരുത് ആദ്യത്തെ ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ അങ്ങനെ പക്ഷേ സൂപ്പർ എഫക്റ്റീവാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. അതിൻ്റെ കൂടെ നല്ല രീതിക്ക് ഫുഡ് കഴിക്കുക. അതായത് രാവിലെ പഴങ്കഞ്ഞിയില്ലേ, തലേന്നത്തെ ചോറ് വെള്ളം ഒഴിച്ചിട്ട് തൈരൊക്കെ ഒഴിച്ചിട്ട് അത് കഴിക്കുന്നത് അടിപൊളിയാണ്. രാവിലെ വെറും വയറ്റിൽ മാക്സിമം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും വയറ്റിൽ തന്നെ കഴിക്കുക കേട്ടോ. അതിനു മുന്നേ ആയിട്ട് കപ്പലണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫോർഡബിളാണ്. അതുകൊണ്ടാണ് കപ്പലണ്ടി പറഞ്ഞത്. ഈ കപ്പലണ്ടി രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നിട്ട് ആ വെള്ളവും കപ്പലണ്ടിയും കൂടെ വെറും വയറ്റിൽ കഴിക്കുന്നതും നല്ലതാണ്. അതിനുശേഷം ഈ ഒരു പഴങ്കഞ്ഞി കുടിച്ചാലും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ പറ്റുമെന്നുള്ളവർ അത് ചെയ്യുക, അല്ലെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കുക. പിന്നെ ശരിക്കും നമ്മളെ ഫുഡിൽ എഗ്ഗ്, മിൽക്ക്, ബനാന ഇതൊക്കെ ശരിക്കും ഉൾപ്പെടുത്തുക കേട്ടോ. അതായത് ഇതിൻ്റെ കൂടെ നല്ല രീതിക്ക് നിങ്ങൾ ഫുഡ് കഴിക്കണം. അത് അത്യാവശ്യമാണ്. നിങ്ങൾ ഒട്ടും ഫുഡ് കഴിക്കാതെ ഈ ഒരു എക്സസൈസ് ചെയ്താൽ നിങ്ങൾ വണ്ണം വയ്ക്കുന്നതിന് പകരം വീണ്ടും മെലിയത്തേ ഉള്ളൂ. അതുകൊണ്ട് നല്ല രീതിക്ക് ഫുഡ് കഴിക്കാം. ഈ ഒരു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള നമ്മളെ ബോഡിക്ക് എവിടെയൊക്കെ ആണോ ഫാറ്റ് ആവശ്യം അവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അടിപൊളിയാണ്. ഇത് നമ്മുടെ ബട്ടക്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ്. ഇത് അടിപൊളിയാണ്, സൂപ്പർ എഫക്റ്റീവാണ്. നന്നായിട്ട് ഷേപ്പ് ആവാനും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് ഇത് വന്നിട്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പകുതിയല്ല കാലും പോയിട്ടുണ്ടാവും. എൻ്റെ അമ്മോ, ഇത് തീർന്നിട്ട് കാലൊന്നും നമുക്ക് ശരിക്കും പൊക്കാൻ കൂടി പറ്റില്ല. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ അമ്മ ചത്ത് കിടക്കുന്ന പോലെ കിടക്കും കറക്റ്റായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ലാസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരു സ്ട്രെച്ച് ചെയ്യുന്ന പോലെയാണ് നമ്മളെ ബോഡി. ഇത് ചെയ്യുമ്പോൾ ശരിക്കും ഒരു സുഖം തോന്നും. ഞാൻ ശരിക്കും ചെയ്യുന്നത് നൈറ്റാണ് കേട്ടോ. നൈറ്റ് ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട, നന്നായിട്ട് ഫുഡ് കഴിക്കുക. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നന്നായിട്ട് ഫുഡ് കഴിക്കുക. മെയിനായിട്ട് ഫുഡ് കഴിച്ചിട്ട് നിങ്ങളിതൊക്കെ ഈ ഒരു വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ്
പറയാം, 1 മാസം ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ 1 മാസം ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കും, 100% ഉറപ്പാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ദേ ഈ ഒരു കീഗിൾ എക്സസൈസ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മുടെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ അടിപൊളിയാണേ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് വന്നിട്ട് ഇതിൽ നമ്മുടെ പഴമുണ്ട്, ഏത്തനാണ്, അതുപോലെ തന്നെ ഓട്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ എന്താ പാലൊഴിക്കുന്നുണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. കടലയുണ്ട് കേട്ടോ, കപ്പലണ്ടി ഉണ്ട്. അപ്പോൾ ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കുടിക്കുക.